ആ വണ്ടി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മോഡിഫൈഡ് നിഞ്ച 650 ആണ് വണ്ടി നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത്ര നാൾ നമ്മുടെ വീഡിയോസ് വരാഞ്ഞിട്ടും നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ നിന്ന് പോവാതെ വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. വണ്ടി നമ്മുടെ ഒപ്പം ഉണ്ട്. വണ്ടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ മൊത്തത്തിലേ നോക്കുമ്പോൾ ആ ഒരു പഴയ നിഞ്ച 650 വളരെയധികം മാറ്റങ്ങൾ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതായത് കളറിൽ തന്നെ ടോട്ടലി എന്തായാലും ചേഞ്ച് ആയി. അതൊരു ബ്ലാക്ക്, റെഡ്, യെല്ലോ എന്നുള്ള ആ ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. പക്ക അഗ്രസീവായിട്ടുള്ളൊരു വണ്ടി എന്ന് നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കില്ല. അഗ്രസീവ്നെസ് ഉണ്ട്, എന്നാലും ഒരു ടൂറിങ് പർപ്പസിനാണ് ശരിക്കും കവാസാക്കി ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ആ ഒരു ടൂറിങ് പർപ്പസിനുള്ള വണ്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്പോർട്സ് മോഡലിലേക്കാണ്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സൂപ്പർ ബൈക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അഗ്രസീവായിട്ടുള്ളൊരു വണ്ടിയല്ല. പിന്നെ ട്രാക്കിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വണ്ടി എന്നുള്ള കൺസെപ്റ്റും നിങ്ങൾ മാറ്റി വയ്ക്കണം. നമ്മുടെ ചേട്ടനെ ഇപ്പോൾ ഒന്ന് നോക്കുന്നുണ്ട്. ചേട്ടൻ ഈ പരിസരത്തുള്ള ആളാണ്. വണ്ടി കണ്ടിട്ട് ഒരു വേറെ ലുക്കില്ലേ. അപ്പോൾ ആൾക്കാരൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഈ വഴിക്ക് പോകുന്ന ആൾക്കാരൊക്കെ വണ്ടി ജസ്റ്റ് നിർത്തിയിട്ട് നോക്കിയിട്ട് പോകണമെന്ന് വെച്ചാൽ അത്രയും ലുക്ക് എന്തെങ്കിലും നമുക്ക് പറയേണ്ടി വരും വണ്ടീനെ. എങ്ങനെയാണ് വണ്ടി ഇഷ്ടപ്പെടാ? ഇഷ്ടമായി? അപ്പോൾ നമ്മുടെ മിഥുൻ ബ്രോ നമ്മുടെ ഒപ്പം ഉണ്ട്. മിഥുൻ ബ്രോ, ഇതാണ് നമ്മുടെ സ്വന്തം മിഥുൻ ബ്രോ. മിഥുൻ ബ്രോ ഒരു യൂട്യൂബറാണ്. മിഥുൻ ബ്രോൻ്റെ ചാനൽ MJ ദ ക്രിയേറ്റർ എന്നാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മിഥുൻ ബ്രോയിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വളരെ ഒരു എന്താ പറയുക, ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു വണ്ടി ചെയ്തിട്ടുള്ളതാണ് മിഥുൻ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ വണ്ടിയിൽ? വണ്ടിയുടെ നമ്മൾ പറയണമെങ്കിൽ ടോട്ടലോ ലുക്കാണ് നമ്മൾ ആദ്യം തന്നെ മാറ്റിയത്. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അറിയാലോ, നോർമലി ഒരു നിഞ്ച 650 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ടൂറിംഗ് ബൈക്കാണ്. അതൊരു പറഞ്ഞ ഒരു അഗ്രസീവ് ഫീൽ ഇല്ല. അപ്പൊ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു ബൈക്ക് എന്നുള്ള രീതിയിൽ എടുത്താണ്ടത്. അപ്പൊ അതിന് എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ പെയിന്റിങ്ങിൽ മാറ്റിയത്. ഇത് വാലന്റീനോ റോസിയുടെ ഒരു ഗ്രാഫിക്സ് ആണ്. ആക്ച്വലി റോസി ഷാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫ് തന്നെ ഉണ്ട്. ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുപോലെ ഇതിൽ വന്നിട്ടുള്ള ഈ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, ഈ സംഭവം സ്റ്റിക്കർ ആണോ റാപ്പ് ആണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് റാപ്പിംഗ് അല്ല, പെയിന്റിംഗ് ജോബാണ്. ഫുള്ള് എയർ ബ്രഷിലാണ് ഇതിന്റെ പെയിന്റിംഗ് വർക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ കോഴിക്കോടുള്ള വിബ്ജിയോർ കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആളുടെ ഇൻസ്റ്റാ നെയിം അത് തന്നെയാണ്. പുള്ളിയാണ് എനിക്ക് വർക്ക് ചെയ്തു തന്നത്. പിന്നെ ഇത് മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ മഡ് ഗാർഡ്, അതുപോലെ തന്നെ ഈ ടാങ്കിന്റെ മുകളിൽ ഈ പോർഷൻസ്, ഇതൊക്കെ കൂടുതലും കാർബൺ ഡിപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതൊരു പ്രീമിയം ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് വരുന്ന വണ്ടികളിലൊക്കെ ഇൻബിൽറ്റ് തന്നെ ഷോറൂംസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അത് ഒറിജിനൽ കാർബൺ പാർട്സ് ആണ്. പക്ഷെ നമുക്ക് അത് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് കാർബൺ ഡിപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കുന്നതാണ്. അതുപോലെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പെയിന്റിന്റെ സംഭവം ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളതിൽ മാക്സിമം കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പെയിന്റും അതിന്റെ ക്ലിയറും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വിബ്ജിയോറിന്റെ അർജുൻ എന്നാണ് ആളുടെ പേര്. പുള്ളി എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. ഇത് എവിടെയാണ് ഷോപ്പ്? എവിടെയാന്ന് പറഞ്ഞാൽ കോഴിക്കോടാണല്ലേ. പിന്നെ ഇതില് എന്താ പറയാ, ഹാൻഡിലും മാറ്റാനുള്ള കാരണം എന്താ? ഹാൻഡിൽ കണ്ടിട്ടുണ്ടാവും ഓൾഡ് മോഡൽ വരുന്ന ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്യൂണിംഗ് പർപ്പസിന് ജസ്റ്റ് ഇത്തിരി ബെൻഡിങ് കൂടുതലാണ്. അപ്പൊ ഇതിന് ഞാൻ അഡീഷണൽ ആഡ് ചെയ്തേക്കണ ഈ ഒരു സീറ്റ് കൗളും അതുപോലെ അണ്ടർ ബെല്ലിയൊക്കെ ആഡ് ചെയ്തപ്പോ ആ ഒരു ഹാൻഡില് അതിന് സ്യൂട്ടബിൾ അല്ല. ഹാൻഡില് വേറെ ഒരു ഡിഫറെന്റ് ഷേപ്പിലും ബാക്കി വണ്ടിയുടെ ഓവറോൾ ലുക്ക് മാറുകയും ചെയ്തു. അപ്പൊ മോക്സിയുടെ ഒരു ഹാൻഡിലാണ് നമ്മുടെ LRL മോട്ടോഴ്സ് ഉണ്ട് എടപ്പള്ളിയിലെ. അവിടെ നിന്നാണ് സംഭവം ഞാൻ സെലക്ട് ചെയ്തത്. വലിയ കോസ്റ്റ്ലി ഒന്നല്ല, നോർമൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന റേഞ്ച്. പിന്നെ എന്റെ ബ്രേക്കിങ്ങിന്റെ ബ്രംബോന്റെ ബ്രേക്ക് സിസ്റ്റം ആണ് കയറ്റിയേക്കുന്നത്. നോർമൽ ബ്രേക്ക് സിസ്റ്റം മാറ്റിയിട്ട് ബ്രംബോന്റെ ബ്രേക്ക് സിസ്റ്റം ആണ് കയറ്റിയേക്കുന്നത്. പിന്നെ മോണോ ഷോപ്പിലൊന്നും നോർമലി കളറിംഗ് ഒന്ന് മാറ്റി. പിന്നെ വെച്ചത് ഹഗ്ഗറാണ് അഡീഷണൽ വെച്ചേക്കുന്നത്. ഇത് അഡീഷണൽ ചെയ്തിട്ടുള്ള. അതെ. പിന്നെ ഡിസ്കിന്റെ ഡിസ്കിൽ പെയിന്റ് ഒന്ന് പെയിന്റിംഗ് മാറ്റിയിട്ടുണ്ട്. സെന്റർ ഒന്ന് ഗോൾഡൻ ആക്കി. ഇത് ബ്ലാക്ക് ആണ് ഇവിടെ വരാറുള്ളത്, അത് മാറ്റിയിട്ട് ഗോൾഡൻ ആക്കി. അപ്പൊ ഒരു ഇടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ വിംഗ്ലെറ്റ് വെച്ചിട്ടുണ്ട്. അത് നോർമലി വരുന്നത് നമുക്കൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോയ് ലുക്ക് വരുന്നതുകൊണ്ട് നമ്മൾ അതും കൂടി കാർബൺ ഡിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു.
പിന്നെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്? അതായത് നമ്മുടെ വൈസർമലായിട്ട് അത് എല്ലാവർക്കും മോസ്റ്റ്ലി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഈ ഹെഡ്ലൈറ്റിന്റെ ഷേപ്പ്. അത് ഒരു കട്ടിങ് ഇല്ലാത്തൊരു ഷേപ്പായിരുന്നു, ഒരു ഭംഗിയില്ലാത്തൊരു ഷേപ്പായിരുന്നു. വെറുതെ ഒരു കണ്ണിന്റെ ഒരു ഇതുപോലെ തോന്നുന്നു. അപ്പൊ അതിന് നമ്മൾ ഈ ഒരു ഐലിഡ് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. ആളെ ആക്ച്വലി ഉണ്ടല്ലോ ഈ സംഭവം നമുക്ക് ഈ ലോക്ക്ഡൌൺ ആയിരുന്നോണ്ട് ഒന്നും അവൈലബിൾ അല്ല, പുറത്തുനിന്നൊന്നും വരുത്താനൊന്നും പറ്റില്ല. പുള്ളിയുടെ ബൈക്കിന്റെ സൈഡ് കവർ കട്ട് ചെയ്തിട്ട് അത് കസ്റ്റം ചെയ്തു തന്നാണ്. അത്ര ഡെഡിക്കേഷനോട് ആള് ചെയ്തത്. ആള് എളുപ്പല്ലോ. കാരണം പുള്ളിക്ക് വർക്ക് ഇറക്കണം എന്നുള്ള ഒരു മൈൻഡ് വന്നപ്പോൾ ആളെ സെഡ്എക്സിന്റെ സൈഡ് കവർ കട്ട് ചെയ്തിട്ട് കസ്റ്റമൈഡ് ചെയ്ത സാധനമാണ്. എല്ലാവർക്കും ആ ഒരു വർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. വർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഫ്രണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പഴയ നിഞ്ച 650 ആണെന്ന് ഒരിക്കലും പറയില്ല. ഹെഡ്ലൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് വേറൊരു ലെവൽ വണ്ടിയാണല്ലോ എന്നൊരു ചിന്തയും കാര്യങ്ങളും വരും. പിന്നെ അതിൽ ഹെഡ് ലാമ്പ് ലൈറ്റ് വെച്ചിരിക്കുന്നത് ബൾബ് നമ്മൾ നൈറ്റ് ഐയുടെ LEDs ആണ് ചെയ്തേക്കുന്നത്. ഈ സംഭവം വെച്ചോണ്ട് ലൈറ്റ് കുറവും കാര്യങ്ങളൊന്നും വരില്ല. കാരണം ഇതിന്റെ കവറിങ് ഇത്തിരി താഴേന്നാണ് ലൈറ്റ് വരുന്നത് റിഫ്ലക്ടർ ഉള്ളിൽ. അതല്ലേ, അപ്പൊ ഇത് ജസ്റ്റ് അതിന് മുകളിൽ കവർ ചെയ്ത് വന്നുള്ളൂ. വിസിബിലിറ്റി ഒക്കെ ഓക്കെയാണ്. ഓവറോൾ എത്ര കോസ്റ്റ് വന്നു ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്? ആക്ച്വലി ഞാൻ ഈ വണ്ടി ആളുടെ അടുത്ത് കൊടുത്തപ്പോ എന്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് 25 ആയിരുന്നു. ഞാൻ പറഞ്ഞതാണ് ജസ്റ്റ് പെയിന്റ് ചെയ്തിട്ട് ഇറക്കാന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഓക്കെ. പക്ഷെ ചെയ്ത് ഇറങ്ങി വന്നപ്പോ പറയുകയാണെങ്കിൽ ഒരു 65 to 70 ഇടയിലായി. മാത്രമല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ ഒരു സീറ്റ് കൗണ്ടേഴ്സ് അതും അതുപോലെ എക്സ്ട്രാ എൻട്രബെല്ലി ഇതെല്ലാം കസ്റ്റമൈഡ് ആണ്. ആള് തന്നെ ഫൈബറിലെ സംഭവങ്ങളൊക്കെ ചെയ്ത് എടുത്താണ്. അപ്പൊ അതിന്റേതായ കുറച്ച് ടൈമിങ് കാര്യങ്ങളൊക്കെ എടുത്തു. ഒരു 2-3 months എടുത്തു വർക്ക് ചെയ്ത് തീർക്കാനായിട്ട്. പക്ഷെ ഇതിന്റെ പെർഫെക്ഷൻ അത് പുള്ളി ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിലാക്കി തന്നു. ഒരുപാട് പേര് എന്നോട് വണ്ടി കാണുമ്പോൾ ചോദിക്കാറുണ്ട് പുതിയ വണ്ടി എടുത്താണോ എന്നുള്ള രീതിയിൽ. സത്യം എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം ഈ വണ്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ ആ വണ്ടി എങ്ങനെയാന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ. പിന്നെ ഇതിനകത്ത് ഫ്രണ്ട് സൈഡിൽ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻഷീൽഡ് ആഫ്റ്റർ മാർക്കറ്റ് വരുന്നതാണ്. കുറച്ചും കൂടിയും എയറോഡൈനമിക് ആയിട്ടുള്ള ഒരു വിൻഷീൽഡാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സ്റ്റോക്ക് വരുന്ന പറഞ്ഞാൽ ഒത്തിരി കൂടി ഫ്ലാറ്റ് ആണ്. ഈ ഒരു ബബിളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇത് MRA എന്ന് പറഞ്ഞത് ഇമ്പോർട്ടഡ് ആണ്. അതെ. ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിരുന്നതാണ് ഈ സംഭവം. വണ്ടി മുമ്പ് മിഥുൻ ബ്രോ, ഒരു കാര്യമാണ് ചോദിക്കാണ്ട്. ഈ ഒരു വണ്ടി കൊണ്ട് നടക്കാനായിട്ട് എങ്ങനെയാണ്, അതായത് ഓവറോൾ കോസ്റ്റും കാര്യങ്ങളും നമുക്ക് സാധാരണക്കാർക്ക് മുതലാവുന്ന രീതിയിലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണോ അത്? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാണ്. കാരണം ഞാൻ വണ്ടി ആക്ച്വലി ഇന്റർസെപ്റ്റർ എടുക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഒരു സർവീസ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇതും സെയിം ആയിട്ട് തന്നെ വരുന്നത്. കാരണം മൈലേജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 20 അടുത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. 20-25 ഇടയിൽ മൈലേജ് ലോങ് ക്രൂസിൽ കിട്ടുന്നുണ്ട്. നോർമലി സിറ്റി ഡ്രൈവിലാണെങ്കിൽ 18 to 20 കിട്ടുന്നുണ്ട്. ആ ഒരു മൈലേജ് തന്നെയാണ് നമുക്ക് ഇന്റർസെപ്റ്ററിനും വരുന്നത്. പിന്നെ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓയിൽ സർവീസ് അതുപോലെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത്തിരി എക്സ്പെൻസ് എന്ന് പറഞ്ഞപ്പോൾ ചെയിൻ സ്പോക്കറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 20 അടുത്താണ് ഷോറൂം വരുന്നത്. പക്ഷെ അത് റോൾ ഓൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ നമുക്ക് ഇവിടെ ആഫ്റ്റർ മാർക്കറ്റ് അതിനൊരു 12 അടുത്തൊക്കെ റേറ്റും വരുന്നുള്ളൂ. പിന്നെ ഓയിൽ നമ്മളിപ്പോ ഞാൻ അഡിനോളിന്റെ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. സർവീസിങ് നമ്മൾ ഷോറൂമിൽ അധികം ചെയ്തില്ല. പുറത്ത് ഓയിലൊക്കെ നമുക്ക് തന്നെ മാറാൻ ഓൾമോസ്റ്റ് വർക്കുകൾ ഞാൻ തന്നെ വീട്ടിൽ തന്നെ ചെയ്യും. പിന്നെ വലിയ പ്രശ്നമില്ലാണ്ട് തടി തപ്പി പോകും. എനിക്ക് ഇതുവരെ ഇതൊരു എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിട്ടില്ല. മേജർ വർക്കുകൾ എന്തെങ്കിലും വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുള്ളൂ. പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലർ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയല്ലോ. നമ്മൾ ട്രിപ്പ് പോകാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം. റൈഡ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നീങ്ങാല്ലേ? സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു റൈഡ് നൈസായിട്ട് പോയിട്ട് വരാം. പോയിട്ട് വരാം. ഇവിടെ പടയ്ക്കാൻ പറ്റിയിട്ടുള്ള റോഡല്ല. ഇവിടെ നിന്നൊക്കെ വളരെ പതുക്കി എടുക്കണം. കാരണം റോഡ് ക്ലിയറൻസ് വളരെ കുറവാണ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഹാൻഡിൽ മാറിയിട്ടും വണ്ടിയുടെ ഹാൻഡ്ലിങ്ങിൻ്റെ പെർഫെക്ഷൻ യാതൊരു വ്യത്യാസവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ആ ഒരു ടൂറിങ് പർപ്പസിനുള്ള ബാർ ഹാൻഡിൽ മാറ്റിയിട്ട് ഒരു 2 piece ഹാൻഡിലാക്കിയിട്ടും ആ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ പെർഫെക്ഷൻ വളരെ നല്ല രീതിയിൽ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഒരു സൈഡിലേക്കുള്ള വലിയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ
ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ ലോഡ് കൈമിക്ക് കൂടുതൽ വന്ന് ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ചോപ്പീസിലൊക്കെ വരാറുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഈ ഒരു ഹാൻഡിലിൽ എനിക്ക് കിട്ടുന്നില്ല. അതുപോലെ മിററിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വിസിബിലിറ്റി നമ്മൾ ബാക്കിലേക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ വൈഡായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇത്രയും വലിയ വണ്ടിയാകുമ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക സൂക്ഷിക്കണം നമ്മൾ. അപ്പോൾ ബാക്കിലേക്കൊക്കെ വരുന്ന വണ്ടികളും ഏതാണ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ഒരു വിൻഷീൽഡ് ആയതുകൊണ്ടാവാം ചിലപ്പോൾ നമ്മുടെ ചെസ്റ്റിലേക്ക് വരുന്ന കാറ്റ് എനിക്ക് തീരെ കിട്ടുന്നില്ല. കറക്റ്റായിട്ട് എനിക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. എൻ്റെ മേത്ത് വിൻഡ് പിടിച്ചിട്ട് ആ ഒരു സ്പീഡ് കുറയണ രീതിയിലുള്ള ഒരു ഫീലും കാര്യങ്ങളൊന്നും എനിക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നില്ല. ചിലപ്പോൾ ആ ഒരു വിൻഷീൽഡ് നല്ല രീതിയിൽ മുകളിലേക്ക് നിൽക്കുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഒരു അഗ്രസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സൂപ്പർ ബൈക്കുകൾ വെച്ചിട്ടുള്ള അഗ്രസീവ്നെസ് ഇല്ലെങ്കിലും സാധാരണഗതിയിൽ 650 ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള റേഞ്ചിന് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക അഗ്രസീവ്നെസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുള്ള ക്ലച്ചും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ പിടിച്ചു വിടുമ്പോഴും അത്യാവശ്യം നമുക്ക് എന്താ പറയുക വിരലിന് ബലം വരാത്ത രീതിയിലൊരു ക്ലച്ചിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് നമുക്ക് തിരിക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ഞാൻ ഇതിവിടെ തിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ആ ഒരു ബ്രേക്ക് കുത്തി തിരിക്കുമ്പോഴും യാതൊരു വിധത്തിലുള്ള സ്ലിപ്പിങ്ങും കാര്യങ്ങളൊന്നും ഈ ടൈലിലായിട്ടും വരുന്നില്ല. നമുക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ അടിക്കണം. നമുക്കൊന്ന് കൈ കൊടുത്തെടുത്ത് നോക്കാം കേട്ടോ. വണ്ടി കൈ കൊടുത്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി കയറുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോഡായതുകൊണ്ട് ഈ ഒരു ചെറിയൊരു റോഡായതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എന്താ വെച്ചാൽ വണ്ടിയുടെ ശരിക്കുള്ള ആ ഒരു പവറും കാര്യങ്ങളൊന്നും എനിക്ക് കൊടുത്ത് നോക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് നിങ്ങൾക്ക് അറിയാം ഒരു സിംഗിൾ റോഡാണ്. അത്യാവശ്യം അങ്ങനെ പടയ്ക്കാനും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും 90 അബോവൊക്കെ വണ്ടി കയറി 100ൻ്റെ അടുത്തൊക്കെ വണ്ടി എത്തിയിട്ടുണ്ട് ഈ ഒരു ചെറിയ റോഡിൽ തന്നെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. പിന്നെ ഞാൻ ഗ്ലൗവും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഞാൻ മറന്നു പോയി. ശരിക്കും ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ. ബൈ ചാൻസ് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ചെറിയൊരു അപകടങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ സേഫ്റ്റി നമ്മൾ ശരിക്കും നോക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോഡിലായാലും വെള്ളം നനഞ്ഞു നിൽക്കുന്ന റോഡിലാണെന്നുണ്ടെങ്കിലും ടയറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ഒരു രക്ഷയിലാട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആ ഒരു ബെൻഡുള്ള വളവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്പീഡിൽ വന്നിട്ട് ജസ്റ്റ് ബെൻഡ് ചെയ്യുമ്പോഴും എന്താ പറയുക ടേൺ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള ബാക്കിൽ നിന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ കുറവോ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ഇതൊന്നും എനിക്ക് വരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ സിമ്പിളായിട്ടുള്ള ഒരു റോട്ടിൽ കൂടെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നനഞ്ഞെടുക്കുന്ന റോട്ടിൽ ഓടിക്കുമ്പോൾ. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള വേറെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വണ്ടി യൂസ് ചെയ്യുന്ന ഒരാൾക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിഞ്ച 650 കൊണ്ടു നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും എന്നല്ലാണ്ട് അതായത് ആ ഗിയറൊന്ന് വലിച്ചിടുന്നതായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക വണ്ടിയുടെ വെയ്റ്റിൻ്റെ വണ്ടിയുടെ അളവിൻ്റെ ഇത് വിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ ഉണ്ടാവാനായിട്ട് ചാൻസും കാര്യങ്ങളും തോന്നുന്നില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുതിച്ചു ചാട്ടം അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വേണം. അതിപ്പോൾ ഒരു ചിലപ്പോൾ ഒരു ഇൻ്റർസെപ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കാം. അല്ലാത്ത പക്ഷം ഒരു ഡൊമിനോർ 400 യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളും കിട്ടും. കറക്റ്റ് എത്ര കിട്ടുമെന്നല്ല ഞാൻ പറയണത്, ഏകദേശം ഒരു ഐഡിയ ചിലപ്പോൾ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മളിവിടെ ഇറങ്ങിയിട്ടുള്ളതിൽ നമുക്ക് സാധാരണക്കാരെ കുറച്ച് അടിപൊളി വണ്ടികളെന്ന് പറഞ്ഞാൽ ഡൊമിനോർ 400 ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി ഇനിയിപ്പോൾ വണ്ടി വെച്ചിട്ട് നമുക്ക് ചെറിയ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരുപാട് പ്രതീക്ഷയുടെ പുറത്തെടുക്കുന്ന ഒരു വീഡിയോയാണ്. നിങ്ങളെന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അത് പ്രതീക്ഷ എനിക്ക് മാത്രമല്ല നമ്മുടെ മിഥുൻ ബ്രോയ്ക്ക്, ഞങ്ങളുടെ രണ്ടാളെയും പ്രതീക്ഷയുടെ പുറത്താണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ മിഥുൻ ബ്രോന്റെ ചാനലിന്റെ പേര് മിഥുൻ ബ്രോ തന്നെ പറഞ്ഞുതരും. എൻ്റെ ചാനലിന്റെ പേര് MJ ദ ക്രിയേറ്റർ എന്നാണ്. ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും ചെയ്യണത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് പോയി സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലും കട്ട സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടാവണം. അതാണ് ഈ വീഡിയോയിലും കട്ട സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടാവണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ചാനലിനേക്കാളും കുറച്ചും കൂടി ബൈക്ക് റിലേറ്റഡ് ആയിട്ട് കൂടുതലാണ് നമ്മുടെ മിഥുൻ ബ്രോൻ്റെ ചാനലുണ്ട്. കാരണം വെച്ചാൽ റേസും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന രീതികളും അതുപോലെ തന്നെ കുറേ സൂപ്പർ ബൈക്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മിഥുൻ ബ്രോൻ്റെ ചാനലിലുണ്ട്. ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ബ്രോ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ബ്രോന് അത്രയും കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ ചാനൽ മാത്രമല്ല മിഥുൻ ബ്രോൻ്റെ ചാനൽ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.